ഈ രാഹുൽ മാങ്കൂട്ടം പരസ്യമായി എന്താ പറയുക പകൽ വെളിച്ചത്തിൽ വെല്ലുവിളികൾ നടത്തുകയും അത് കഴിയുമ്പോൾ എന്താ പറയുക തഞ്ചത്തിൽ കാര്യങ്ങളെ നീക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയക്കാരനാണ്. അത് നമ്മൾ ചെന്ന് ഇറങ്ങി വാടാന്ന് വിളിച്ച് അവസാനം ചായ കുടിച്ച് സമാധാനമായിരുന്ന ഗൃഹനാഥൻ ചാടി കൊടുവാളുമായിട്ട് ഇറങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെ അതെ, സ്വരാജിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അവർ സ്വരാജിനെ തന്നെ ഇറക്കി. അത് ഇദ്ദേഹം ഈ ഗ്യാലറിയിലെ കയ്യടി നേടാൻ വേണ്ടി ഓരോന്നൊക്കെ വിളിച്ചു പോകും. ഞാൻ ഇദ്ദേഹത്തെ മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ട് പലവട്ടം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനെ ഒരു രാഷ്ട്രീയക്കാരൻ അത് വേണം, ശരിയാണ്, അങ്ങനെയാണ് വേണ്ടുന്നത്. അല്ലാതെ എന്താ പറയുക ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഞാനിപ്പോൾ അങ്ങനെ എന്താ പറയുക തീ തുപ്പാൻ തയ്യാറായിരിക്കുന്ന പീരങ്കിയുടെ മുന്നിൽ ചെന്ന് നെഞ്ചി പിരിച്ച് നിൽക്കുകയല്ല വേണ്ടത്. രാഹുൽ മാങ്കൂട്ടം അത് ചെയ്യാറുമില്ല. ഈ സെക്രട്ടറിൻ്റെ അവിടെ അടിയടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഈ മാർച്ച് അങ്ങോട്ടും അവിടെ വരെ എത്തും. രാഹുൽ മാങ്കൂട്ടത്തെ പിന്നെ കുറേ നേരം കാണില്ല. പിന്നെ വരുൺ ജലവീരങ്കിയൊക്കെ വീശി സംഘർഷം എല്ലാം കഴിയുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം വന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അത് രാഷ്ട്രീയക്കാരൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടികൊള്ളാൻ നിൽക്കരുത്. അങ്ങനെ അടികൊള്ളുക ബഹളം ഉണ്ടാക്കുക അങ്ങനെയൊന്നും നേതാവാകാൻ പറ്റില്ല. അത് തഞ്ചത്തിൽ നിന്ന് പോവുക, തൻ്റെ തടി സംരക്ഷിക്കുക, അതുപോലെ തന്നെ താൻ എന്താ പറയുക താനുണ്ടെങ്കിലേ അണികളുള്ളൂ, ശരിയാണ്.